അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഷാഫ്റ്റ് ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഷാഫ്റ്റ് എങ്ങനത്തെ റെക്ടാങ്കുലർ ഷേപ്പാണ് ഷാഫ്റ്റിന്. അപ്പോൾ വെൽഡിൻ്റെ ഷേപ്പ് എങ്ങനത്തെ ഷേപ്പാണ്? വെൽഡിൻ്റെ ഷേപ്പ് എങ്ങനത്തെ ഷേപ്പാണ്? റെക്ടാങ്കുലറാണ്. നിങ്ങൾക്ക് പി എത്ര വന്നേക്കുന്നത്? 25 × 10⁻³ അല്ലേ? ഈ എത്ര വന്നേക്കുന്നത്? എക്സെൻട്രിസിറ്റി എത്ര? 500 അല്ലേ? ആണല്ലോ. അപ്പോൾ ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിന് നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? നമുക്കപ്പം ഏത് പേജിലെടുക്കുക? നമുക്ക് നമ്മുടെ ജനറൽ മെത്തേഡ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിൻ ദി സൈസ് ഓഫ് വെൽഡാണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? നമുക്ക് എന്ത് ടോ മാക്സ് തന്നിട്ടുണ്ട്. ടോ മാക്സ് എന്തുവാ? ടോ മാക്സ് എത്ര പറഞ്ഞേ? 75 MPa. അപ്പോൾ ടോ മാക്സിൻ്റെ ഫോർമുല എന്തുവാ? ടോ മാക്സ് = √ എന്തുവാ പറഞ്ഞേ? ടോ മാക്സ് = √ σ/2 ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? ടോ സ്ക്വയർ. ആണോ? ഇത്രയും സംശയമുണ്ടോ? ഇത്രയും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഉണ്ടോ? ഹലോ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ സിഗ്മയുടെ ജനറൽ ഫോർമുല എന്തുവാ? പറഞ്ഞേ. നമ്മൾ ജനറൽ മെത്തേഡ് വെച്ച് എഴുതും. സിഗ്മയുടെ ജനറൽ ഫോർമുല എന്തുവാ പറഞ്ഞേ? M/Z. M എന്തുവാ? M = ഫോഴ്സ് ഇൻറ്റു എക്സെൻട്രിസിറ്റി. അപ്പോൾ ഫോഴ്സ് എത്ര കിട്ടിയത്? 25 × 10⁻³ ഈ എത്ര കിട്ടിയത്? ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടും? അത് കണ്ടുപിടിച്ച് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എത്ര കിട്ടും? എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടും? $12.5 × 10⁻⁶. ഇനി എന്തുവാ അടുത്ത് കണ്ടുപിടിക്കണ്ടേ? എം കിട്ടി. അടുത്ത് എന്ത് കണ്ടുപിടിക്കണ്ടേ? ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് വെൽഡാണ് ഉള്ളത്? റെക്ടാങ്കുലർ വെൽഡിൻ്റെ ഇസഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പേജ് നമ്പർ 97 എടുത്ത് പേജ് നമ്പർ 97 എടുത്ത് പേജ് നമ്പർ 97-നകത്ത് ഏത് റെക്ടാങ്കുലർ വെൽഡിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തേ? റെക്ടാങ്കുലർ ഷേപ്പ് ഉള്ളത് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്തേ? പേജ് നമ്പർ 97-നകത്ത് റെക്ടാങ്കുലർ ഷേപ്പ് ഉള്ള ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്തേ? സെക്കൻഡ് റോ. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്തുവാ? H2 × N × M പ്ലസ് M²/3. ഇവിടെ HT എന്ന് വെച്ചാൽ എന്തുവാ? M എന്തുവാ? M വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ? ആണോ? M ആ ഡേറ്റ ബുക്കകത്ത് നോക്ക്. ഡേറ്റ ബുക്കിനകത്ത് M എന്തുവാ? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ? വെൽഡിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അതെത്ര ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്ര വരും? 150 വരും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര വരും? 100. അപ്പോൾ എന്ത് കണ്ടുപിടിക്കുക? ഇസഡ് കണ്ടുപിടിക്കുക. ഇസഡ് എന്ന് പറയുമ്പോൾ HTയുടെ വാല്യൂ ഇതിട്ട് കൊടുക്കുക, എമ്മിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, എന്നിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇസഡ് കണ്ടുപിടിച്ച്
എം കണ്ടുപിടിച്ച്, ഇസഡ് കണ്ടുപിടിച്ച്. എച്ചിൻ്റെ വാല്യൂ, എച്ച് ടിയുടെ വാല്യൂ 0.707 H. ഇത്രയും സമയം വേണം ഇസഡ് കണ്ടുപിടിക്കാൻ. ഏകദേശം 15907.5 H കിട്ടുമോ? ഇനി എന്ത് കണ്ടുപിടിക്കണേ? അപ്പോൾ എമ്മും കിട്ടി, ഇസഡും കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണ്ടേ? എമ്മും കിട്ടി, ഇസഡും കിട്ടി. ഇനി എന്തുവാ? സിഗ്മ കണ്ടുപിടിക്കുക അല്ലേ? സിഗ്മ = M/Z. എമ്മിൻ്റെ വാല്യൂ 12.5 × 10⁻⁶ ഡിവൈഡ് ബൈ ഇസഡിൻ്റെ വാല്യൂ എത്ര? 15907.5 × H. ഇത് ഓൾമോസ്റ്റ് എത്ര കിട്ടും? ആൻസർ ഞാൻ പറയാം, 785.80 ഡിവൈഡ് ബൈ H കിട്ടും. സംശയമുണ്ടോ? ഇനി എന്ത് കണ്ടുപിടിക്കണ്ടേ? ഇനി എന്ത് കണ്ടുപിടിക്കണം? നിങ്ങളാണെന്താ പറ. സിഗ്മ കണ്ടുപിടിച്ച്. ഷിയറിൻ്റെ ഫോർമുല എന്തോ? P ഡിവൈഡ് ബൈ പിയുടെ വാല്യൂ എത്ര? ATയുടെ വാല്യൂ എന്തുവാ? ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു HT. AT എന്ന് വെച്ചാൽ എന്താണ്? AT എന്ന് വെച്ചാൽ ത്രോട്ട് ഏരിയ എന്ന് വെച്ചാൽ എന്താ? ലെങ്ത് ഇൻറ്റു ത്രോട്ട് തിക്നെസ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ലെങ്ത് ഇൻറ്റു ത്രോട്ട് തിക്നെസ് ആണോ? ലെങ്ത് ഇൻറ്റു ത്രോട്ട് തിക്നെസ്. അപ്പോൾ ഇവിടെ വെൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ വെൽഡാ? എങ്ങനത്തെ വെൽഡാ? റെക്ടാങ്കുലർ വെൽഡ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ലെങ്ത് എത്ര? എം എത്ര? 150. ഈ ലെങ്തോ? 100. അപ്പോൾ ലെങ്ത് എന്ന് വെച്ചാൽ എന്ത്? ലെങ്ത് = 2m + 2n എന്ന് എഴുതാമല്ലോ. രണ്ട് എം ഉണ്ട് ഇവിടെ അല്ലേ? ടോട്ടൽ ലെങ്ത്, ഈ ഔട്ടർ മോസ്റ്റ് ലെങ്ത്. എടുക്കാമല്ലോ, 2m + 2n എന്ന് എടുക്കാമല്ലോ. പിന്നെ നമ്മളൊരു കാര്യമുണ്ട് കേട്ടോ, ലെങ്ത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ തിക്നെസ് അവിടെ ഉണ്ടെന്ന് നമ്മൾ കണക്കൂട്ടത്തില്ല. തിക്നെസ് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ലെങ്ത് കൂട്ടുന്നത് കേട്ടോ. ഇതൊരു ലൈനാണെന്ന് ലൈൻ നമ്മുടെ ആ ഫിഗർ നോക്കി, പേജ് നമ്പർ 97 ഫിഗർ കൊടുത്തേക്കുന്നത് എങ്ങനെ? ലൈനായിട്ടല്ലേ കൊടുത്തേക്കുന്നത്? പേജ് നമ്പർ 97
ലൈനായിട്ടല്ലേ കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താണ് എമ്മും വരും, ഇവിടെ എന്നും വരും. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ത് വരും? 2m + 2n എന്നല്ലേ വരുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എന്ത് വരും? 2m 2n 2m + 2n എന്നല്ലേ വരുന്നത്. ആണോ? അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്ര കിട്ടി? 2 × 150 + 2 × 100. ഈ എച്ച് ടി എന്ത് കൊടുക്കണം? എച്ച് ടിയുടെ വാല്യൂ എന്ത് കൊടുക്കണം? എച്ച് ടിയുടെ വാല്യൂ എന്ത് കൊടുക്കണം? എച്ച് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? ടോയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് പറഞ്ഞോ. ആടാ എൽ എടുക്കാം. നിങ്ങൾ എൽ എടുക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ ബുക്കിനകത്തുനിന്ന് ഏത് ഫിഗറാണ് കൺസിഡർ ചെയ്തേ? റെക്ടാങ്കിൾ. അതിനകത്ത് ടോട്ടൽ ലെങ്ത് എത്ര വരും നോക്ക്. ആ ടോട്ടൽ ആ ലൈനിൻ്റെ വെൽഡിൻ്റെ ലെങ്ത് എത്ര വരും? പേജ് നമ്പർ 97 രണ്ടാമത്തെ റോയ്ക്കകത്ത് ഫസ്റ്റ് കോളത്തിനകത്ത് ആ ഫിഗറിനകത്ത് ടോട്ടൽ ലെങ്ത് എത്ര വരും? എങ്ങനെയാ കൊടുത്തേക്കുന്നത്? ആ ഫിഗർ ഇങ്ങനല്ലേ കൊടുത്തേക്കുന്നത്. ഈ ഭാഗത്ത് എമ്മും ഈ ഭാഗത്ത് എന്നും. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ത് വരും? ഇവിടെ എം, ഇവിടെ എൻ. അപ്പോൾ n + m + m. അപ്പോൾ എന്ത് വരും? 2n + 2m എടുത്തില്ലേ? അതാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടോയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? ടോയുടെ വാല്യൂ ടോ = 70.72/h. അപ്പോൾ ഇനി എന്തോ അടുത്ത് ചെയ്യണ്ടേ? ടോ മാക്സ് = √σ/2 പ്ലസ് ടോ സ്ക്വയർ ആണ്. സിഗ്മയുടെ വാല്യൂ അറിയാം, ടോയുടെ വാല്യൂ അറിയാം, ടോ മാക്സിനും അറിയാം. അപ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് എച്ച് ആണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? എച്ചിൻ്റെ വാല്യൂ കിട്ടും. എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു.